തിരുവനന്തപുരം നഗരൂരിൽ SHOയെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ CPIM നേതാക്കൾക്ക് ജാമ്യമില്ല. CPIM ലോക്കൽ സെക്രട്ടറി വിഷ്ണു, ബ്രാഞ്ച് സെക്രട്ടറി രതീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് തള്ളിയത്. കേസിലെ 1-3 പ്രതികളാണ് ഇവർ. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, എന്തായാലും ഈ പ്രതികൾക്ക് ജാമ്യമില്ല. മറ്റു വിശദാംശങ്ങൾ. രതീഷ്, ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളായിരുന്നു ഈ 1-ാം പ്രതി വിഷ്ണുവും 3-ാം പ്രതി രതീഷും. ഈ നഗരൂർ SHOയെ നേരിട്ട് ചെന്ന് വാഹനത്തിൽ ചെന്ന് അസഭ്യം പറയുകയും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രധാന പ്രതികളാണ് ഇവർ. CPIM ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ ലോക്കൽ സെക്രട്ടറിയുമാണ് ഈ വിഷ്ണുവും രതീഷും എന്ന് പറയുന്നത്. ആകെ 9 പ്രതികളാണ് ഈ കേസിൽ പോലീസ് പ്രതികളായി രേഖപ്പെടുത്തിയതിൽ. മറ്റു പ്രതികളെല്ലാം നിലവിൽ ഒളിവിൽ തുടരുകയാണ്. അതിനുശേഷമാണ് ഇതിനിടെയാണ് 2 പ്രതികളെ, പ്രധാനപ്പെട്ട 2 പ്രതികളെ പിടിച്ചിരുന്നത്. തുടർന്ന് ഇവർ ജാമ്യാപേക്ഷയുമായി പോയ സമയത്താണ് ആറ്റിങ്ങൽ മുനിസിപ്പൽ കോടതി ഈ അപേക്ഷകൾ തള്ളിയിട്ടുള്ളത്. അതേസമയം തന്നെ 7 പ്രതികൾ ഇനിയും പിടികൂടാനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു SHOയെ പരസ്യമായി വാഹനം റോഡിൽ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസാണ്. ഈ പോലീസ് അസോസിയേഷൻ അടക്കം വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു കേസ് കൂടിയാണ്. പക്ഷേ എന്നിട്ടും പ്രതികളെ കൂടാതെ വലിയ അമർഷവും നിലവിലുണ്ട്. ആ കേസിലാണ് ഈ 2 പ്രതികൾ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയും പോവുകയും അത് തള്ളുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇത് പോലീസിന് ആശ്വാസകരമാണ് പറയുമ്പോൾ പോലും മറ്റേഴ് പ്രതികൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 7 പ്രതികൾ, അതായത് നിലവിൽ പിടികൂടാത്ത 7 പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷയുമായും കോടതിയിൽ വന്നിട്ടുണ്ട്. ശരി ആഷിഖ്.